കമ്മ്യൂണിറ്റി ഔട്ട്റീച്ചിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോഴ്സുകളെ പറ്റിയും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്തും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മൈസെൽഫ് അനൂപ് ആനന്ദ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ട്രിവാൻഡ്രം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ പ്രദീപ് രാജ്, ഡീൻ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. നമസ്കാരം. ഒരു സിനിമയിൽ പറയുന്ന ഒരു കോമിക് ഡയലോഗാണ്, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴുന്നത് ഏതെങ്കിലും ഒരു ബിടെക്കാരന്റെ തലയിലോട്ടായിരിക്കും. അതുപോലെ ബിടെക്കാരെ കല്ലിൽ തടഞ്ഞ് നടക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ആ ഒരു സിനിമ കോമിക് ആയിട്ടുള്ള ഒരു രീതിക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു എഞ്ചിനീയറിംഗിന്റെ ആവശ്യകത എന്താണ് സാർ? അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കരിയർ ചോയ്സ് ആയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അല്ല, ആ പറഞ്ഞ കോമഡിയില് ആ ഒരു കോമഡി ജനറേറ്റ് ആവാനുള്ള കാരണം തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയും അതായത് നമ്മുടെ കുട്ടികളുടെ നിലവാരം, കുട്ടികളുടെ എണ്ണം, നമ്മളുടെ കോഴ്സുകളുടെ ഓപ്പർച്യൂണിറ്റികൾ ഇതൊന്നും തന്നെയും കൃത്യമായ ഒരു സ്റ്റഡി നടത്താതെ ഇത്രയും സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് നമുക്ക് ഇന്ന് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അത്രയും കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു എന്ന് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. എൻ്റെ ഒരു അനുഭവത്തിൽ എന്നോട് ചോദിച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ തൊഴിലവസരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള നൈപുണ്യം ഇക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നേടേണ്ടതുണ്ട്. കല്ലെടുത്തെറിഞ്ഞാൽ വീട്ടക്കാരന്റെ തലയിൽ വീഴുക എന്നുള്ളത് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളതൊരു പോസിറ്റീവായിട്ട് കാണുന്ന കാര്യമാണ്. കാരണം നേഷൻ ബിൽഡേഴ്സ് ആണ് എഞ്ചിനീയേഴ്സ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എഞ്ചിനീയേഴ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ വളർച്ച വളരെ എളുപ്പമാണ്, പെട്ടെന്നാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മളുടെ വളരുന്ന സാഹചര്യങ്ങൾക്കും ടെക്നോളജിക്കും അനുസരിച്ചുള്ള ജോലി സാധ്യതകളെ കണ്ടെത്താനും അതിലേക്ക് അവരെ എത്തിക്കാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്ന സ്ഥാപനങ്ങളായി എഞ്ചിനീയറിംഗ് കോളേജുകൾ മാറുകയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോമഡി വസ്തുതയില്ലാത്ത ഒന്നായി മാറുന്നതായിരിക്കും. ഓക്കെ സാർ, ഒരു ബിടെക്കിന് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ കുറേയധികം കുറേയധികം കോഴ്സസ് ഉണ്ട്. അതായത് ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ നിരവധി കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ വരുന്ന സമയത്ത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? സത്യത്തിൽ ആ ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ. കാരണം ഓരോ കുട്ടികളുടെയും അഭിരുചി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പം ചില കുട്ടികൾക്ക് മെക്കാനിക്കൽ തിരഞ്ഞെടുത്തിരുന്ന കുട്ടികൾ അവർ ആദ്യം തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് വണ്ടി അല്ലെങ്കിൽ എഞ്ചിൻ അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോമൊബൈൽ എന്ന ഒരു കൺസെപ്റ്റ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് മെക്കാനിക്കലിലേക്ക് വരുന്നത്. എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വാഹനങ്ങളെ പറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ KSEB അല്ലെങ്കിൽ ലൈൻ ട്രാൻസ്മിഷൻ ഇത് മാത്രമാണ് ചിന്തിക്കും. എന്നാൽ അത് മാത്രമല്ല അവിടുത്തെ തൊഴിൽ സാധ്യത. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഒരു IT ഫീൽഡിൽ പോയി ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കുട്ടികൾ വരുന്നത്. എന്നാൽ ഇതൊന്നുമല്ല. ഇതല്ലാതെയും എല്ലാം തൊഴിലവസരങ്ങൾ ഈ ബ്രാഞ്ചുകളിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു ബ്രാഞ്ച് എടുക്കുന്നതിന് മുമ്പ് ആ ബ്രാഞ്ചിനെ പറ്റി നമ്മൾ വ്യക്തമായി പഠിക്കണം, അറിഞ്ഞിരിക്കണം. അറിഞ്ഞതിന് ശേഷം അതിന്റെ പലതരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ എന്താണ്, ഇതിന്റെ തൊഴിൽ സാധ്യതകൾ മാത്രമല്ല ഇത് തുടർന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഇപ്പോഴുള്ള എൻ്റെ ഫ്രീക്വൻസി എൻ്റെ കാലിബർ അനുസരിച്ച് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടി സത്യത്തിൽ ചിന്തിക്കണം. അതിന് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോളേജ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ പോയി ആ കോളേജിൽ എന്തൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നും അവിടുത്തെ സബ്ജക്ട് എക്സ്പെർട്ടിനോട് തന്നെ ചോദിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ കോളേജിലെ ലാബുകൾ പോയി നോക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള അധ്യാപകനോട് ഇതിന്റെ തൊഴിൽ സാധ്യതകളെ പറ്റി അന്വേഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ വിദഗ്ധരായ വിദ്യാഭ്യാസ നിരൂപകരുണ്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസുകളുണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ആൾക്കാരുമുണ്ട്. റാൻഡമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്റെ കഴിവുകൾക്കനുസരിച്ച് എനിക്ക് എത്ര വരെ മുന്നോട്ട് പോകാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നാൽ അവിടെ വെച്ചത് തീരുന്നില്ല. ഇവരുടെ പ്രൊഫഷനാണ് പിന്നീട് 40 വർഷമോ 50 വർഷമോ അതിനുശേഷം അവർ ഈ പ്രൊഫഷനിൽ എന്ത് ചെയ്യേണ്ടി വരും, ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും കാലം എനിക്ക് ഇതിൽ നിൽക്കാൻ സാധിക്കുന്നതാണോ, അത്രയും സ്കില്ലുകൾ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സത്യത്തിൽ ഒരു കുട്ടി ചോദിക്കണം. പക്ഷെ തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അവിടെ ആ കുട്ടിക്ക് വേണ്ടത് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് ആണ്. അത് ഇന്ന് നൽകാൻ അതിന് ശരിയായ സ്ഥലം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. ഒരു സബ്ജക്ട് എക്സ്പെർട്ടിന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലുള്ള വിദ്യാഭ്യാസ എക്സ്പോകളും അല്ലെങ്കിൽ കൺസൾട്ടൻസിന്റെ സഹായങ്ങളൊക്കെ ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്.
അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന മേഖല ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മേഖല ഏതാണെന്ന് കണ്ട് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത ഒരു 30-40 വർഷത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ കംപ്ലീറ്റ് മാറാൻ പോകുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിൾസും അതിന്റെ ട്രാൻസ്മിഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ ബ്രാഞ്ച് തിരഞ്ഞെടുത്ത് വരുന്ന കുട്ടികളുണ്ട്. ഓട്ടോമേഷൻ മേഖലകളിലും റോബോട്ടിക്സിലും വരുന്ന സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് മെക്കാനിക്കൽ എടുത്തിട്ട് വരുന്ന കുട്ടികളുണ്ട്. AI-യുടെ പോസിബിലിറ്റീസെ മുമ്പിൽ കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇത് പൂർണ്ണമായും ആ കുട്ടിയുടെ അഭിരുചിയാണ്. അത് ഒരാൾ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു മേഖലയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടി തന്നെ സ്വന്തമായി ഒരു പഠനം നടത്തി തനിക്ക് ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് ബ്രാഞ്ചിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. എഞ്ചിനീയറിംഗിലെ മെയിൻ കോർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് 3 ബ്രാഞ്ചുകളാണ് കോർ ബ്രാഞ്ചുകളാണ് എഞ്ചിനീയറിംഗിൽ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് മെക്കാനിക്കൽ, ഒന്ന് സിവിൽ, ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിന്റെ അണ്ടറിലേക്കാണ് ബാക്കി കോഴ്സുകളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കാണ് ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ, റോബോട്ടിക്സ്, മാനുഫാക്ചറിംഗ് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളൊക്കെ അങ്ങനെയുള്ള ബ്രാഞ്ചുകളൊക്കെ അങ്ങോട്ട് പോകും. ഇലക്ട്രിക്കൽ താഴെയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അലൈഡ് കോഴ്സുകളാണ് ഇതൊക്കെ. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിന്റെ താഴെ തന്നെ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ. ഒരുപക്ഷെ സിവിലിന്റെ താഴെയാണെങ്കിൽ ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് അങ്ങനെയുള്ള ബ്രാഞ്ചുകളിലേക്ക് പോകും. ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പാണെങ്കിലാണ് നമുക്ക് ഈ കോർ ബ്രാഞ്ചുകൾ എന്നൊരു ഡിസ്ക്രിപ്ഷൻ വരുന്നത്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ എല്ലാം ഒരു കുട്ടികൾക്ക് ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കരിക്കുലത്തിൽ താൻ പഠിക്കുന്ന ബ്രാഞ്ചിനോടൊപ്പം തന്നെ വേറൊരു ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യവും ഇന്ന് കുട്ടിക്കുണ്ട്. അത് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ മൈനർ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. അത് KTUവിന്റെ വളരെയധികം ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് ഒരു ബ്രാഞ്ച് പഠിച്ചുകൊണ്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ വേറൊരു ബ്രാഞ്ചിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ എടുക്കുന്ന ഒരു കുട്ടിക്ക് അവന് മെക്കാനിക്കലിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവന് മൈനർ എടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മെക്കാനിക്കൽ താല്പര്യം ഉണ്ടെങ്കിൽ മെക്കാനിക്കലിൽ മൈനർ എടുക്കാം. അല്ല തിരിച്ചാണെങ്കിൽ ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മൈനർ സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ മൾട്ടി ഡിസിപ്ലിനറി ടാസ്ക് വേണം എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി പോയി കഴിഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മാത്രമല്ല ജോലി, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈനേഴ്സും ഉണ്ട്. അപ്പം ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മൾട്ടി ടാലന്റഡാണ്, മൾട്ടി ഡിസിപ്ലിനറി ടാലന്റഡാണ്. അപ്പോൾ ഒരു പ്രത്യേക ബ്രാഞ്ചിൽ മാത്രം നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൽ വളരെയധികം അഡ്വാൻറ്റേജ് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. കോർ ബ്രാഞ്ചസ് എന്ന് നോക്കുന്നത് ഇത് 3 തന്നെയാണ്. ഈ 3 ബ്രാഞ്ചുകളിൽ നിന്നാണ് ബാക്കി അതിന്റെ സപ്പോർട്ടീവ് ബ്രാഞ്ചുകളെല്ലാം തന്നെയും പോകുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ കൺസെപ്റ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 3 ബ്രാഞ്ചുകളെയാണ് നമ്മൾ കോർ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിന്റെ താഴേക്ക് വരുന്ന ഏത് അലൈഡ് ബ്രാഞ്ചുകളിലേക്കും മാറിപ്പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിന്റെ അല്ലെങ്കിൽ CS-ന്റെ കോഴ്സ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ അലൈൻഡ് ഏരിയകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ മേഖലകളിലേക്കോ ഇന്ന് അതുപോലുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ അലൈൻഡ് ആയിട്ടുള്ള അതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ വരുന്ന ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ച്, അപ്പോൾ ആ ബ്രാഞ്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ബ്രാഞ്ചാണ്. പ്രത്യേകിച്ചും ബയോടെക്നോളജി മേഖലയിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിലും ബയോ പ്രോസസിംഗ്, ഫുഡ് ടെക്നോളജി എന്ന തുടങ്ങിയ പല മേഖലകളിലേക്കും കുട്ടികൾക്ക് തിരിഞ്ഞു പോവുകയും ജോലി സാധ്യതകളും റിസർച്ച് സാധ്യതകളും ഉള്ള ബ്രാഞ്ചുകളാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇന്ന് എല്ലാം ചിപ്പുകളുടെ കാലമാണ്, അല്ലെങ്കിൽ എല്ലാം മൈക്രോ എക്യുപ്മെന്റ്സിന്റെ കാലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ ബ്രാഞ്ചുകളുടെ ആപ്ലിക്കേഷൻസ് ഇന്ന് വളരെയധികം മുമ്പോട്ടാണ്. അപ്പൊ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ജോലി സാധ്യതകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ ആ ജോലി സാധ്യതകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ കോളേജസിന്റെയും ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെറും ഒരു എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓറിയന്റഡ് ആയിട്ട് അവരെ ബിടെക് പഠിച്ച് ജയിച്ച് പുറത്തു പോകുക എന്ന ഒരു നിലവാരം വിട്ടിട്ട് അവരെ എങ്ങനെ വളർന്നു വരുന്ന ഇൻഡസ്ട്രി സാഹചര്യത്തിലേക്ക് എക്യുപ്ഡ് ആക്കാം, അല്ലെങ്കിൽ ഒരു എംപ്ലോയബിലിറ്റി സ്കിൽ എങ്ങനെ ഇമ്പാർട്ട് ചെയ്യാം എന്നതാണ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും ഇന്ന് ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നൊരു പരാതി ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അത് ഇൻഡസ്ട്രിയുമായി കണക്ട് ആകണം. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും ഇൻഡസ്ട്രിയുമായിട്ട് വെൽ കണക്റ്റഡ് ആകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിലവിൽ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ്, പുതിയ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള യുണീക്ക് കോഴ്സസോ അങ്ങനെയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? 2002 മോഹൻദാസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പൊ 2025 എത്തി നിൽക്കുന്നു. അപ്പൊ 23 വർഷത്തെ അല്ലെങ്കിൽ 22 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവിടെ നമ്മൾ എഞ്ചിനീയറിംഗിന്റെ എല്ലാ കോർ ബ്രാഞ്ചസും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ,
ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്. അത് കേരളത്തിൽ 4-5 കോളേജുകളിൽ മാത്രമാണ് ഇത്രയും ഈ ബയോടെക്നോളജി കോഴ്സ് ഉള്ളത്. അതിൽ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂ ജനറേഷൻ കോഴ്സുകളായിട്ടുള്ള AI/ML, ബയോമെഡിക്കൽ കോഴ്സുകൾ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾ നമ്മുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 ബ്രാഞ്ചുകൾക്ക് MTech ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ദെൻ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകൾക്ക് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ MBA ഉണ്ട്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അത് ജനറൽ MBA ഉണ്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ MCA ഉണ്ട്. അതേപോലെ തന്നെ 4 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സുകളും നമ്മുടെ കോളേജിലുണ്ട്. ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജ് എന്നതിൽ നിന്നും മാറി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലവാരത്തിലേക്ക് വളർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇവിടെ യൂണീക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഇൻഡസ്ട്രി റെഡിയാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പാസ് ഔട്ടായി പുറത്തേക്ക് പോകുമ്പോൾ അവരെ എത്രയും പെട്ടെന്ന് മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റായി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഇയർ തൊട്ട് ഇവിടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇവിടെയുള്ള പ്രൊഫഷണൽ ബോഡീസ് ആയാലും, ചാപ്റ്റേഴ്സ് ആയാലും, പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഗൈഡൻസ് സെല്ലാണെങ്കിലും, അഡീഷണൽ സ്കിൽ സെന്റേഴ്സുകളാണെങ്കിലും എല്ലാം വളരെ ശക്തമായ രീതിയിലാണ്, വളരെ നല്ല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു കുട്ടി ആദ്യത്തെ വർഷം ഇവിടേക്ക് വന്ന് കയറുമ്പോൾ തൊട്ട് അവൻ ഫൈനൽ ഇയർ അവനൊരു പ്ലേസ്മെന്റ് കിട്ടി പുറത്ത് പോകുന്നത് വരെ അവന്റെ കരിയറിൽ അവൻ നേടേണ്ട എല്ലാ തരത്തിലുള്ള സ്കില്ലുകളെയും, അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും, എഞ്ചിനീയറിംഗ് സ്കില്ലാണെങ്കിലും, അതായത് ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ സ്കില്ലാണെങ്കിലും, റിസണിംഗ് സ്കില്ലാണെങ്കിലും, അവന്റെ സ്റ്റേജ് ഫിയർ, അവന്റെ പ്രസന്റേഷൻ, അങ്ങനെയുള്ള അവൻ എവിടെയൊക്കെയാണോ ഒരു എഞ്ചിനീയർ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അവന്റെ യുണീക്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ആ മേഖലയിലെല്ലാം തന്നെയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ സെലക്റ്റീവായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനുവേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ, ഡെഡിക്കേറ്റഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസുമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ട്രെയിനേഴ്സുമായിട്ടും, ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സുമായിട്ടൊക്കെ നമ്മൾ ടൈപ്പുകളുണ്ട്, നമുക്ക് MOEs ഉണ്ട്. അപ്പം നമ്മളുടെ ഫാക്കൽറ്റീസ് ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള ഈ മേഖലയിലെ വിദഗ്ധരായ ആൾക്കാരാണ് ആഡ് ഓൺ കോഴ്സുകളിലൂടെ, അല്ലെങ്കിൽ അഡീഷണൽ സപ്പോർട്ട് കോഴ്സുകളിലൂടെ കോളേജ് ക്യാമ്പസിൽ എത്തുന്നതും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 22-23 വർഷമായിട്ട് മികച്ച എഞ്ചിനീയേഴ്സിനെ, ലോക നിലവാരത്തിലുള്ള മികച്ച എഞ്ചിനീയേഴ്സിനെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ മോഹൻദാസ് കോളേജിന് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ പേരൻസും അവരുടെ കുട്ടികളെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വെൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ്, അതുപോലെ ഒരു 4 വർഷം കൊണ്ട് അവരുടെ കരിയർ സെറ്റ് ആക്കാം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. പക്ഷെ ഇന്ന് പല എഞ്ചിനീയേഴ്സും 10,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഒരു സാലറി പാക്കേജ്, അത് ഒരു കോർ ബ്രാഞ്ച് എടുത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിലോട്ട് പോകുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന നിലയിലേക്ക് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്? ഈ സാലറി പാക്കേജ് ശരിയാണ്, ഈ പറഞ്ഞ എന്താ പറയുക, ഒരു കൺസേൺ പേരൻസിനും ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയറിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ പഠനശേഷം നമ്മൾ എവിടെയാണ് പ്ലേസ് ആകുന്നത് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അവൻ പല മേഖലകളിൽ ജോലിക്ക് പോകാം. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു ബയോടെക്നോളജി സ്റ്റുഡൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ അവരുടെ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ നല്ല രീതിയിൽ എക്സ്പെർട്ടായി സ്കിൽ ഡെവലപ്പ് ചെയ്തൊരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ 10,000 രൂപയായിരിക്കും സാലറി എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ നോളജ് കൂടിയ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ അതിൽ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് അതുപോലെ ഒരു കോർ സെക്ടറിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ 10,000 രൂപയല്ല ഒരിക്കലും സാലറി എന്ന് പറയുന്നത്. അതുപോലെ മെക്കാനിക് ഇപ്പം എടുക്കുകയാണെങ്കിൽ L&T അല്ലെങ്കിൽ JSW സ്റ്റീൽസ് അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേറ്റ് സെക്ടേഴ്സിലൊക്കെ കോർ എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന സാലറി 10,000 രൂപയല്ല. അപ്പോൾ നമ്മൾ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപയ്ക്കും ഫ്രഷേഴ്സിന് ജോലിയുണ്ട്, 50,000 അല്ലെങ്കിൽ അതിന് മേളിൽ പാക്കേജ് കിട്ടുന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് പ്ലേസ്മെന്റിൽ 1 lakhന് മേളിൽ പ്ലേസ്മെന്റ് സാലറി മീൻസ് പാക്കേജ് കിട്ടും. 12 lakh per annum അല്ലെങ്കിൽ 15 lakh per annum അല്ലെങ്കിൽ 20 lakh per annum കിട്ടുന്ന കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് നോക്കും. 12 lakh per annum എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മന്ത്ലി 1 lakh സാലറി വരുന്നില്ല. അപ്പോൾ സാലറി അല്ല അവിടെ പ്രശ്നം, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, നമ്മൾ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ആയിട്ടില്ല.
അല്ലെങ്കിൽ അത്രയും പാക്കേജ് നേടാനുള്ള ഒരു സാലറി നേടാനുള്ള ഒരു ജോലിയിലേക്ക് നമ്മളെ മാറ്റിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും ഇതാണ്. എന്നെ ബിടെക് സബ്ജക്ട് പഠിപ്പിക്കാൻ എല്ലാ കോളേജുകൾക്കും പറ്റും, കാരണം എല്ലാം K2 കണ്ടലാണ് വരുന്നത്, സർട്ടിഫിക്കറ്റ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഏത് കോളേജിലാണ് എനിക്ക് വാല്യൂ അഡീഷൻ വരുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ഓൾവേസ് സംതിങ് ഡിഫൈൻഡ് ബൈ വാല്യൂ അഡീഷൻ. ഒരു ബിടെക് ഡിഗ്രിയോടൊപ്പം എനിക്ക് എന്തൊക്കെ വാല്യൂസ് ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിന് എന്നിലേക്ക് തരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ വളർച്ച. അങ്ങനെ വാല്യൂ ആഡഡായി പോകുന്ന ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ ആയിരിക്കും എഞ്ചിനീയേഴ്സിന്റെ ഒരു വേർതിരിവിന് മെയിൻ ആയിട്ട്. അതിനനുസരിച്ച് പുതിയ ഒരു കാലത്തിനനുസരിച്ച് ഒരു സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിക്ക് അവർ പുറത്തിറങ്ങാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് എവിടെ പോയാലും. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ പോലും ഏറ്റവും നന്നായിട്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഹോട്ടൽ പിടിച്ചു നിർത്താൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു മേഖലയിൽ പോലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗിൽ കോമ്പറ്റീഷൻ ഇല്ലാന്ന് കരുതുന്നു? അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയേഴ്സിനെല്ലാം ഒരേ പാക്കേജാണ് കിട്ടുന്നത് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഈസ് കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ അനുസരിച്ച് മാറാൻ കുട്ടികളും ശ്രമിക്കണം. കുട്ടികളെ അതുപോലെ മാറ്റാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ അതിനനുസരിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ആ ഒരു കൺസേൺ പേരൻസിൽ നിന്നും കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ. അത് നമുക്ക് വളരെ കൃത്യമായ ട്രെയിനിങ്ങുകളിലൂടെ ഓരോ കുട്ടികളുടെയും കഴിവിനെ കണ്ടെത്തി അവന് ഈ മേഖലയിലാണ് കൂടുതലും താല്പര്യമെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് അവനെ പോകാനുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ മെന്ററിങ് കൊടുക്കുന്ന ഒരു മികച്ച എന്താ പറയുക അവന്റെ കരിയറിനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അവൻ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ഫെസിലിറ്റീസും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ അതെല്ലാം മെയിൻ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു കാര്യമാണ് 100% പ്ലേസ്മെന്റ് അഷുറൻസ് എന്ന് പറയുന്നത്. ഏതൊരു പാരന്റ് ഒരു കുട്ടീനെ ചേർത്താൻ പോകുന്ന സമയത്തും അവർ ഫസ്റ്റ് കാണുന്ന ഒരു ടാഗും 100% പ്ലേസ്മെന്റ് അഷുറൻസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഒരു എന്താ പറയാ ഒരു വേർഡിംഗ് ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ അറിഞ്ഞാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ, അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവാം. അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചസിനെ കമ്പയർ ചെയ്യുന്ന സമയത്തും അതിന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെയാണ് ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു 100% പ്ലേസ്മെന്റ് കൊടുക്കാനും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ്, അവരുടെ ഇന്നോവേഷൻ ഐഡിയാസിനെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദിച്ചതിന് 3 സെഗ്മെന്റുകളായിട്ട് ഞാൻ ഉത്തരം ചെയ്യാം. ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൽ നമ്മളിപ്പോൾ ഏതൊരു ബ്രാഞ്ച് എടുത്താലും അതിലെല്ലാം തന്നെയും കമ്പ്യൂട്ടർ സയൻസ് എന്ന ആ ഒരു മേഖല ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെക്കനൈസ്ഡ് ആണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അത് ഓട്ടോമേഷനാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കാറിനകത്ത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതിലൊരു 80% മെക്കാനിക്കൽ കമ്പോണന്റ് 20% ഇലക്ട്രോണിക്സ് കമ്പോണന്റ് വരാം. ഇന്ന് നേരെ അത് 50% മെക്കാനിക്കൽ കമ്പോണന്റ് ആൻഡ് 50% ഇലക്ട്രോണിക് കമ്പോണൻസുകളിലേക്ക് മാറി. ഈവൻ ഒരു എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് എന്താ പറയുക സഹായത്തോടു കൂടിയാണ് ഇന്നൊരു കാർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ എല്ലാ മേഖലകളും ഇപ്പോൾ പവർ സിസ്റ്റം എടുത്താലും പവർ ഡിസ്ട്രിബ്യൂഷൻസിൽ എടുത്താലും പവർ പ്ലാന്റുകൾ എടുത്താലും എല്ലായിടവും ഒരു മെയിൻ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ അറിഞ്ഞാലേ ജോലി കിട്ടൂ എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. നമ്മൾ പഠിക്കുന്ന എന്ത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണെങ്കിലും അതുമായി അലൈൻഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ പറ്റും. അതിപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പോലും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. എന്നാൽ അതല്ലാതെ എത്രയോ മേഖലകൾ അതിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഏത് ബ്രാഞ്ച് എടുക്കുന്നു എന്നത് നമ്മളത് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അറിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. ഞാൻ പഠിച്ച മേഖലയിൽ എനിക്ക് കമ്പ്യൂട്ടർ സ്കില്ലിനെ എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പോൾ ഒരു മെക്കാനിക്കൽ പഠിച്ച ഒരു കുട്ടിക്ക് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞേ പറ്റും. അവന്റെ ഡിസൈൻ സോഫ്റ്റ്വെയറിനെ പറ്റി അവൻ അറിഞ്ഞേ പറ്റും. അത് ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബയോടെക്നോളജിയിൽ പോലും ഇന്ന് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഒരു ലബോറട്ടറി പോകണമെങ്കിലോ എല്ലാം എന്ത് തന്നെയാണെങ്കിലും ഓട്ടോമൈസ്ഡ് സിസ്റ്റങ്ങളാണ് അല്ലേ? അപ്പോൾ ഒരു ബ്രാഞ്ചിന് മാത്രമായിട്ട് പെക്യുലറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിന് ഓപ്പർച്യൂണിറ്റി കുറവ് അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്ന നോളജിനെ നമ്മൾ എഫക്റ്റീവായിട്ട് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ TCSും അലയൻസും അതുപോലുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനീസ് എടുത്താൽ അവിടെ എല്ലാ ബ്രാഞ്ചിലുള്ള കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് പ്ലേസ് ആവുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാ കുട്ടികൾക്കും നോർമലി ഇതുപോലുള്ള സ്കില്ലുകൾ എന്ത് അവൈലബിൾ ആണ്.
പിന്നെ നമ്മൾ പഠിക്കുന്ന മേഖലയിൽ കുറെ കൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രാഞ്ചിനെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ എനിക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മേഖല എന്ത് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനൊരു AI എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മെഷീൻ ലേണിംഗിലാണ് എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്, അതാണ് എൻ്റെ മേഖല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബ്രാഞ്ചിലേക്ക് പോകണം. എന്നാൽ എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ട്, എന്നാൽ അതിൽ എനിക്ക് സോഫ്റ്റ്വെയർ ആണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാമല്ലോ അല്ലെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനിക്ക് പവർ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ പവർ ഗ്രിഡിന്റെ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമെങ്കിൽ നിന്റെ സ്കില്ലുകളെ അങ്ങനെ ഉപയോഗിക്കാം. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതാണ് ഇക്കാലത്ത് നമുക്ക് ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് കമ്പ്യൂട്ടറിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യം നമ്മളൊരു കോർ ബ്രാഞ്ച് പഠിക്കുന്നു എന്നുകൊണ്ട് നമുക്കവിടെ ജോലി സാധ്യത ഇല്ലാതാകുന്നില്ല. പക്ഷെ നമ്മൾ ആ സ്കില്ലിനെ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ആ കോർ ബ്രാഞ്ച് പഠിച്ചാൽ മാത്രം പോരാ, അവിടെ നമുക്ക് അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർ പഠിക്കണമെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചേ പറ്റും. ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റും, നമ്മൾ ലാംഗ്വേജ് പഠിച്ചേ പറ്റും. അത് പഠിക്കാതെ പുറത്തു പോയാൽ നിനക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളത് നീ പഠിച്ച ബ്രാഞ്ചിന്റെ കുഴപ്പമല്ല, നീ അതിലേക്ക് അപ്ഡേറ്റഡ് ആകുന്നില്ല എന്നതിന്റെ കുഴപ്പമാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ഇന്നോവേഷൻ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ വാല്യൂ അഡിഷൻ, ഇന്നോവേഷന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്, വി ആർ ഗിവിംഗ് സംതിങ് വാല്യൂ. നമ്മളിപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് വാല്യൂ കൊടുത്താൽ അത് ഇന്നോവേഷൻ ആവും, ഇല്ലെങ്കിൽ അത് ഐഡിയ ആയിട്ട് തന്നെ നിൽക്കും, അതിന് വിലയില്ല. ഐഡിയാസിനൊന്നും വിലയില്ല. അതിനെ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് ഇന്നോവേഷൻ ആയിട്ട് മാറുന്നത്. അതിനേറ്റവും നല്ല എക്സാമ്പിളാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് പോയി അതിലേക്ക് ഇന്നോവേഷൻ കൊണ്ടുവന്ന് വാല്യൂ ആഡ് ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന ലൈറ്റുകളും കാര്യങ്ങളല്ല അല്ലേ. അപ്പൊ വാല്യൂ ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആൾക്കാർ അത് വാങ്ങില്ല, അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും അവിടെ സംഭവിക്കില്ല. ഇതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗിന് ഇതേ മാറ്റം. സോ നമ്മൾ ഇന്നോവേറ്റീവ് ആണ്. നമ്മൾ പഠിക്കുന്ന മേഖലയിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇന്നോവേറ്റീവ് ആണ്. അപ്പോൾ ഇന്നോവേറ്റീവ് അപ്രോച്ച് ക്യാമ്പസിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ആ ക്യാമ്പസിൽ ഇതുപോലുള്ള ഇന്നോവേറ്റീവ് അപ്രോച്ചസ്, അത് എഡ്യൂക്കേഷനിലാണെങ്കിലും കരിയർ ഡെവലപ്മെന്റിലാണെങ്കിലും, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ക്യാമ്പസിൽ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. പിന്നെ വന്ന് സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. ഇന്ന് ഒരു സമയത്ത് പ്ലേസ്മെന്റ് എന്നതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിരുന്നു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം വളരെ ഒരു ഭയത്തോടുകൂടി നോക്കിയിരുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ഇന്ന് സിനാരിയോ മാറി. ഇന്ന് നമ്മുടെ കേരളമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന്. അതിന് സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഒക്കെ ഒരുപാട് കൊളാബറേറ്റീവ് വർക്കിന്റെ കാരണമാണ്. അപ്പൊ ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളത് സത്യത്തിൽ ഒരു ജോലി അന്വേഷിക്കുക എന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. അത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഇന്ന് നമ്മുടെ കോളേജിലുണ്ട്. അല്ലെ, കോളേജിലല്ല, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതിപ്പോൾ എല്ലാം അപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. എനിക്ക് ചിലപ്പോൾ നമുക്ക് ബോസ് ആകാനായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു എംപ്ലോയി ആവാൻ താല്പര്യമില്ലായിരിക്കാം. ഐ വാണ്ട് ടു ബി എ ബോസ്, അല്ലെങ്കിൽ എനിക്ക് ഒരു 10 പേർക്ക് ജോലി കൊടുക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പം എന്നെ അതിന് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നും കൂടെ ഒരു കുട്ടി എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ അവിടെ വരുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കോസിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഓണ്ടർപ്രണറിയൽ എക്കോസിസ്റ്റം എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണുന്നു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മോഹൻദാസ് കോളേജിൽ 2007 നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെല്ലുകളിൽ ഒന്നാണ് നമ്മുടെ മോഹൻദാസിന്. അപ്പൊ ഇത്രയും വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യം ആ മേഖലയിൽ തന്നെ നമുക്കുണ്ട്. ഏകദേശം 17 ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ഇവിടുന്ന്, അതായത് 17 കമ്പനികൾ കോളേജിനകത്ത് തന്നെ ഡെവലപ്പായി ഇവിടെ തന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് ഇവിടുന്ന് മെച്ചുവറായി പോയവരുണ്ട്. 30-ൽ പരം നോൺ ഇൻക്യുബേറ്റഡ് കമ്പനികളും നമ്മുടെ ക്യാമ്പസിൽ, അതായത് നമ്മുടെ ക്യാമ്പസിൽ ക്യാമ്പസിനകത്ത് ഒരു കോളേജ് സ്റ്റാർട്ടപ്പ് തുറന്നില്ലെങ്കിലും ഈ കോളേജിൽ നിന്ന് പുറത്ത് പോയിട്ട് അവരുടെ സ്വന്തം കമ്പനികൾ നടത്തുന്ന കുട്ടികളും ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താണ് മോഹൻദാസ് കോളേജിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്നുള്ളത്. കാരണം ഒരു കോളേജിൽ നിന്ന് ഒരു 50 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. അത് ഉണ്ടായാൽ മാത്രം പോരാ, അതിന്റെ സക്സസ് റേറ്റ്. ഇപ്പൊ നമ്മളുടെ വന്നിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ നമ്മുടെ സക്സസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് മോർ ദാൻ 60% ആണ്. അതായത് 100 സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ടെങ്കിൽ 10 സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് 6 സ്റ്റാർട്ടപ്പുകൾ സക്സസ് ആവും. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്, മെന്ററിങ്, അല്ലെങ്കിൽ അവരെ സ്റ്റാർട്ടപ്പിനെ വളർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബേസിക് ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനൊരു എക്കോസിസ്റ്റം മോഹൻദാസ് കോളേജിൽ ഉണ്ട് എന്നുള്ളത് അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന റാങ്കിംഗ് പ്രോസസ്സിൽ 2019 5 സ്റ്റാർ റേറ്റിംഗ് നേടാൻ സാധിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ. അന്ന് കേരളത്തിലെ 3 കോളേജുകൾക്ക് മാത്രമാണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരുന്നത്. അതിലൊരു കോളേജാണ് മോഹൻദാസ് കോളേജ്. പിന്നീട് അത് 4 സ്റ്റാർ റേറ്റിംഗ് ആക്കി മാറ്റിയപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നമുക്ക് ആ 4 സ്റ്റാർ റേറ്റിംഗ് ഒരു നാഷണൽ മിനിസ്ട്രിയുടെ അണ്ടറിൽ നമ്മളതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്.
അപ്പം ആ ഒരൊറ്റ റാങ്കിങ് പ്രോസസ്സ് മാത്രം മതി നമ്മൾ ഇവിടെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അത് നമ്മൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഒരു പരിധിയിൽ കൂടെ നമുക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ആ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ മെന്ററിങ് അല്ലെങ്കിൽ ആ എക്സ്പെർട്ടൈസേഷൻ നമുക്കത് ഫീൽ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണൽ ബോഡീസ്, ഇപ്പോൾ IST എടുത്താലും IEEE എടുത്താലും NSS എടുത്താലും ഇതെല്ലാം ഒരു കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവന്റെ സ്കിൽ ഡെവലപ്മെന്റിനും വളരെ അത്യാവശ്യമാണ്. കാരണം IEEE ഒരു പ്രൊഫഷണൽ ചാപ്റ്ററാണ്. അതിലൂടെ ഒരുപാട് ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ ആസ്പെക്ട് ഉള്ള ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റും. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു IEEE സ്റ്റുഡൻസ് ചാപ്റ്റർ ഉള്ള ഒരു കോളേജാണ് മോഹൻദാസ് കോളേജ്. അതുപോലെ തന്നെ NSS അറിയാലോ, എഞ്ചിനീയേഴ്സ് ഹൗ ടു ഫൈൻഡ് ഔട്ട് സോഷ്യൽ റെസ്പോൺസിബിൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയും. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാൽ നമ്മുടെ NSS വളരെയധികം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു NSS യൂണിറ്റ് നമുക്കുണ്ട്. മാത്രമല്ല അവർ ഒരുപാട് ക്യാമ്പുകളെല്ലാം നടത്തി മറ്റ് നിർദ്ധനായ ഒരുപാട് ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു NSS എക്കോസിസ്റ്റം നമ്മുടെ ക്യാമ്പസിലുണ്ട്. അതുപോലെ IST എടുത്താലും, IST എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതിൽ നമുക്ക് ഫാക്കൾട്ടി ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരുപാട് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഇവന്റ്സും കുട്ടികളുടെ എന്താ പറയുക അവരുടെ റെസണൻസ് സ്കില്ലുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് ക്യാമ്പസിൽ വളരെ ലൈവായിട്ട് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാൻ വന്ന കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്യാമ്പസിനെ അനാലിസിസ് ചെയ്യേണ്ടത് അവിടെ ബിടെക് പഠിപ്പിക്കുന്നു എന്നതിന് മാത്രമല്ല, അവിടെ നമ്മളിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതിനോടെല്ലാം ഒപ്പം തന്നെ നമുക്ക് ആ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ലബോറട്ടറി ഫെസിലിറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടി, സ്ട്രെങ്ത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മോഹൻദാസ് കോളേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ലാബ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്, ഏത് സമയം ഒന്ന് നോക്കാം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറി ലാബിൽ കയറിയിട്ട് ഈ ലാബിന്റെ ഫെസിലിറ്റീസ് കുറവാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ പവർ സിസ്റ്റം, ഹൈ വോൾട്ടേജ് ലാബ് തൊട്ട് പവർ സിസ്റ്റം ലാബ്, മെക്കാനിക്കൽ എടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ലാബിലോട്ട് ചെന്ന് നോക്കിയാൽ ശരിക്കും ഒരു ഇൻഡസ്ട്രി ലാബിലേക്ക് കയറിയ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ. ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് ലാബ് ആയാലും അവരുടെ കൺട്രോൾ സിസ്റ്റം ലാബ് ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഡാറ്റ നെറ്റ്വർക്കിംഗ്, ഡാറ്റ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലബോറട്ടറി ഫെസിലിറ്റി, ബേസിക് സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ടു ദ ടോപ്പ് ക്ലാസ് ആണ് ഈ കോളേജിൽ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബയോടെക്നോളജി എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. കാരണം കേരളത്തിലെ ഒരുപാട് എന്താ പറയുക 5 കോളേജ് അല്ലെങ്കിൽ 6 കോളേജുകളാണ് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ ഏറ്റവും മികച്ച ലബോറട്ടറി ഫെസിലിറ്റീസ് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് റിസർച്ച് പ്രോജക്റ്റുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, ഈ ബയോടെക്നോളജി കുട്ടികൾ തന്നെ എനിക്ക് 4 കുട്ടികൾ സ്റ്റാർട്ടപ്പ്, 4 കമ്പനികൾ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ലബോറട്ടറി ഫെസിലിറ്റീസിന്റെ സ്ട്രെങ്ത് ആണ്. അങ്ങനെ ഒരു ലബോറട്ടറി ഫെസിലിറ്റീസ് നമുക്ക് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ ടെക്നിക്കൽ എക്സലൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നോക്കുമ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും നിലവാരം പുലർത്തും എന്നുള്ളത് അവിടുത്തെ അധ്യാപനം എന്തെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് വരുന്ന ഇനി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വരാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ആ ചോയ്സ് എങ്ങനെ ആകണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലസ് വാല്യൂ അഡീഷൻ, ടെക്നിക്കൽ എക്സലൻസ്, non-technical skills and also sports and other എല്ലാ cultural activities. Active ആയിട്ടുള്ള സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. and the college has to promote all kind of cultural activities. so shaping അതാണ്, അതായത് നിങ്ങളുടെ +2 കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി ഒരു സൊസൈറ്റി നീഡായിട്ട്, ഒരു ഇൻഡസ്ട്രി നീഡായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു തലമുറ കോളേജ് ലൈഫിലും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ 4 വർഷത്തെ ഒരു അക്കാദമിക്സിന് പുറമെ അവരുടെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണെന്ന്, അതായത് സ്പോർട്സ്, കൾച്ചറൽ, അങ്ങനത്തെ പല പല മേഖലയിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിച്ച ശേഷമാണ് അവർ കോളേജിലോട്ട് സെലക്ട് ചെയ്യുന്നത്. മോഹൻദാസിന്റെ ഒരു സ്ട്രെങ്ത് അത്രയും അതിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് ഞാൻ പറഞ്ഞാൽ ഇത് ഓരോ കുട്ടികളുടെയും ക്യാമ്പസിന്റെ വൈബ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചിലർക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് മാത്രം മതിയായിരിക്കാം. ചിലർ വരുന്നത് സാർ എനിക്ക് സ്പോർട്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അപ്പം എന്റെ സ്പോർട്സ് ഇവിടെ എനിക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ. ചിലർ വരുന്ന സാർ ഞാൻ ലിറ്റററി ഭയങ്കര സ്ട്രോങ് ആണ്, അപ്പം എന്റെ ലിറ്ററേച്ചർ കാര്യങ്ങളെ ഇവിടെ നടത്താൻ പറ്റുമോ. ചില സാർ എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നാണ് ആഗ്രഹം, അപ്പം എനിക്ക് അങ്ങനെ ഒരു വൈബ് ക്യാമ്പസിൽ കിട്ടുമോ. അങ്ങനെ ഓരോ കുട്ടികളുടെയും റിക്വയർമെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ഈ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കോളേജിന് കംപ്ലീറ്റ് വൈബ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇത് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ എഞ്ചിനീയേഴ്സിനെ കൂടെ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. ഒരു വൈബറെ അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, ഒരു എഞ്ചിനീയറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ അവന്റെ ആ 4 വർഷത്തെ കോളേജ് ലൈഫിൽ അവന് കിട്ടേണ്ട എല്ലാ അതാണ് വൈബ് എന്നതിനേക്കാളും കൂടുതൽ അതിന്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുമുള്ള അവന്റെ എക്സ്പീരിയൻസ്.
അതവൻ നേടിയെടുക്കണം. അതിപ്പോൾ ആർട്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും നോൺ കൾച്ചറിലാണെങ്കിലും എന്തിലാണെങ്കിലും എനിക്കത് കൂടുതൽ എത്ര പറഞ്ഞിറങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ മേഖലകളിലും അവൻ ആ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെങ്കിലും നോൺ ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഞങ്ങളുടെ ഫെസ്റ്റുകളാണെങ്കിലും എല്ലാം തന്നെയും വളരെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളത് പറയുമ്പോൾ അത് വേർഡ്സ് വരും. അത് ക്യാമ്പസിലേക്ക് വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാവും. വൈബ് വേണം, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇന്നത്തെ കുട്ടികൾ തീർച്ചയായിട്ടും വൈബ് നോക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ വൈബല്ല. പിന്നെ ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് എനിക്ക് അവിടെ DJ വേണമെന്ന് പറഞ്ഞാൽ അവർ ഓക്കെ അങ്ങനെ ചെയ്യുന്നവർ കാണാം. ബട്ട് യു ആർ ഗോയിങ് ടു കോർ ഇൻഡസ്ട്രി, അവർ നിന്റെ വൈബല്ല നോക്കുന്നത്, നിന്റെ ടെക്നിക്കൽ സ്കില്ല്, നിന്റെ വാല്യൂസ്, നിനക്ക് ആ കമ്പനിയിലേക്ക് എന്തുമാത്രം കാര്യങ്ങളെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിന്നെ അവർ എടുക്കുന്നെങ്കിൽ മുമ്പ് അനുഭവം ചോദിച്ച പോലെ 10,000 രൂപ സാലറിക്ക് വരെ 50,000 രൂപ സാലറി ഞാൻ നിനക്ക് തരണമെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എല്ലാ ഇൻഡസ്ട്രീസിലും ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് നമ്മൾ എത്ര എന്നുള്ള കാര്യവും കൂടെ മറന്ന് പോരുന്നേ ഉള്ളൂ. രണ്ടും ഇറ്റ്സ് എ ബാലൻസ്ഡ് തിങ്. കാരണം ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്, ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം നമ്മളുടെ എൻജോയ്മെന്റും നമ്മുടെ സ്റ്റഡീസും വെൽ ബാലൻസ് ചെയ്ത് പോകണം. ആ കാര്യത്തിൽ മോഹൻദാസ് കോളേജ് വളരെയധികം ഉയർന്ന നിലവാരം എപ്പോഴും ഇന്നും പുലർത്തുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ബിടെക് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു തിയറിനേക്കാൾ കൂടുതൽ ലബോറട്ടറീസ്, സെമിനാർ, പ്രൊജക്ട്സ്, മിനി മൈക്രോ മെയിൻ പ്രൊജക്ട്സുകൾ, അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് ഒരു തിയറി പ്ലസ് പ്രാക്ടിക്കലും ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ബിടെക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല രീതിക്ക് ഒരു ലബോറട്ടറീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നന്നായി ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ല എഞ്ചിനീയേഴ്സ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു കുട്ടി ഒരു മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിക്ക് പ്രൊവൈഡ് ചെയ്ത് ആണോ നമ്മൾ പുറത്തിറക്കുന്നത്? തീർച്ചയായിട്ടും അത് ചോദ്യം വളരെ വാലിഡ് ആണ്. കാരണം നമ്മൾ ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ നോളജ് മാത്രമാണ്. എല്ലാവരും പറയുന്ന ഒരു കോമൺ പരാതിയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചു വരുന്നവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്യൂസ് കെട്ടാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു വണ്ടി നന്നാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു കമ്പ്യൂട്ടർ നന്നാക്കാൻ അറിയില്ല, കേടായ മണ്ടൊക്കെ അങ്ങനെയൊക്കെ കൊമിക്കലായിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല സത്യം. എഞ്ചിനീയറിംഗ് ഈസ് ആക്ച്വലി ദ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോൾ അവിടെയാണ് വരുന്നത്. കാരണം എവിടെയും ബിടെക് പഠിക്കാം, ബട്ട് എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്ന അവിടെയാണ്. ആ കോളേജിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ലബോറട്ടറീസിൽ നമുക്ക് വെറുതെ ഒരു ലാബ് എക്സ്പെരിമെന്റ് ചെയ്ത് റെക്കോർഡ് സൈൻ വാങ്ങി പോകുന്നതിലുപരി നമുക്കുണ്ടാവുന്ന ഐഡിയാസിനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലബോറട്ടറി ഫെസിലിറ്റീസ് ആയിരിക്കണം നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പുതിയതായിട്ടൊരു കമ്പോണന്റ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു കെമിക്കൽ കോമ്പോസിഷൻ എനിക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രോജക്റ്റ് സ്വന്തമായിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബോറട്ടറീസ് നമ്മുടെ കോളേജുകളിലുണ്ടാകും. അല്ലാതെ ജസ്റ്റ് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന 12 എക്യുപ്മെന്റുകൾ മാത്രം വാങ്ങി വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഒരിക്കലും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ മോഹൻദാസിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ വന്ന് ഒന്ന് നടന്നു നോക്കും ഞങ്ങളുടെ ക്യാമ്പസിൽ. ഇപ്പോൾ ഞങ്ങളുടെ ലബോറട്ടറീസ് എല്ലാം കയറി നോക്കും. സിലബസ് ഓറിയന്റഡ് ആണ് നിങ്ങൾ ഞങ്ങളുടെ ലബോറട്ടറി എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രയും സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസ് ലബോറട്ടറീസിന്റെ കാര്യത്തിൽ മോഹൻദാസ് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം തൊട്ടേ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ പറഞ്ഞത് ഇന്റേൺഷിപ്സും അല്ലെങ്കിൽ ടൈഅപ്സും. അപ്പം നമ്മുടെ കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അവരെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ക്യാമ്പസിന് പുറത്ത് പോയി ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സുകൾ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് അതുമായിട്ട് HLL തുടങ്ങിയ കമ്പനികളുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് വരുന്നുണ്ട്, എംഒഇസ് വരുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിനെ അവർക്ക് എടുത്ത് ഡയറക്റ്റായിട്ട് പ്രോജക്റ്റുകളായിട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ക്യാമ്പസിൽ വളരെ അഡ്വാൻറ്റേജ് വരും. പിന്നെ ഇന്റേൺഷിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ഇയർ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ ഇന്റേൺഷിപ്പിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ നമ്മൾ പല കമ്പനികളിലേക്കും അല്ലെങ്കിൽ നമ്മളോട് ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ നോൺ ടൈപ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിലേക്കും നമുക്ക് ഇന്റേൺഷിപ്പിന് അയക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അത് പോകുന്നുണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ നോളജിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ട്രയൽ വേർഷൻ എന്നാണ് നമ്മൾ ഇന്റേൺഷിപ്പിനെ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു ഇന്റേൺഷിപ്പിന് പോകുന്ന കമ്പനി അവന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ തന്നെ വീണ്ടും അവനെ ജോലി ഓഫർ ചെയ്ത സാഹചര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ MBA സ്റ്റുഡൻസ് ഒക്കെ ഇന്റേൺഷിപ്പിന് പോയിട്ട് ആ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ തന്നെ വീണ്ടും അവർ ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രോജക്ട് മാനേജ്മെന്റ്സ്, ഒരു പ്രോജക്ട് ടൈമിൽ നമ്മുടെ ഒരു ഇന്റേണൽ പ്രോജക്ട് ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട്, ഇന്റേണൽ പ്രോജക്ട് ഫണ്ടിംഗ് ഉണ്ട്. മികച്ച 10-12 പ്രോജക്റ്റുകളെ ഞങ്ങൾ ഇന്റേണലി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് ആ പ്രോജക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകളും കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ആ എക്കോസിസ്റ്റത്തെ ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു കോളേജാണ്.
അപ്പം ഇതൊരു എന്താ പറയാ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 1000 മുകളിൽ അല്ലെങ്കിൽ 1600 മുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഇതിനെല്ലാം വെൽ മാനേജ്ഡ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഫാക്കൽറ്റി എക്കോസിസ്റ്റവും കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഒരു കോളേജിനെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടറാണ്. ആൻഡ് ചില ഇപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പം ആദ്യത്തെ സിനിമ കോമിക് ഡയലോഗ് തുടങ്ങിയതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു പറയാം. ഒരു ഉയർന്ന കെട്ടിടങ്ങളും ഉയർന്ന കോട്ടകളും ഉണ്ടെന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പ്രൗഢിയെ കാണിക്കില്ല എന്ന് പറയാം. അപ്പം വലിയ വലിയ ബിൽഡിങ്ങുകളും സ്വിമ്മിംഗ് പൂളുകളും ഒന്നുമല്ല ഒരു കോളേജിന്റെ സിനാരിയോ തീരുമാനിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ടെക്നിക്കൽ എക്സ്പോഷർ എന്താണെന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ ഡിഫൈൻ ചെയ്യുന്നത് അതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. നോക്കുമ്പോഴെന്നല്ല, അങ്ങനെയാണ് ഒരു കുട്ടി തീർച്ചയായും ഒരു കോളേജിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ലാസ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നത് പ്ലേസ്മെന്റ്സിലാണ്. പ്ലേസ്മെന്റ് എന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എത്ര കുട്ടികൾ എത്ര കമ്പനികളിൽ പ്ലേസ്മെന്റ് ആയി എന്നതിനേക്കാൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എടുക്കുന്നതാണ്. കിട്ടിയ കുട്ടികൾക്ക് ഏത് കമ്പനിയിലാണ് കിട്ടിയിരിക്കുന്നത്, അവർക്ക് എത്ര പാക്കേജിലാണ് ആ പ്ലേസ്മെന്റ് ഓഫർ ചെയ്തപ്പോൾ 8000 രൂപയ്ക്ക് പ്ലേസ്മെന്റ് ഓഫർ ചെയ്ത ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തിട്ട് എനിക്ക് ബിടെക് പഠിച്ച് 2000 രൂപയാണ് സാലറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ മുമ്പേ പറഞ്ഞ ആ കൺസേൺ പേരൻസ് വരെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എനിക്ക് 8000 രൂപയ്ക്ക് കിട്ടി, അതല്ല. പ്ലേസ്മെന്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഠിച്ച കോർ സെക്ടറുകളിലേക്ക്, അവന്റെ മേഖല, അവന് താല്പര്യമുള്ള മേഖലകളിലേക്ക് ഏറ്റവും ഉയർന്ന പാക്കേജിൽ എങ്ങനെ നമുക്ക് ആ കുട്ടിയെ എത്തിക്കാം എന്നുള്ളതാണ് ഒരു പ്ലേസ്മെന്റ് സെല്ലിന്റെ ജോലി. അല്ലാതെ 100 പേരെയും പ്ലേസ്മെന്റ് അപ്പൊ സത്യത്തിൽ ഒരു കോളേജ് തന്നെ പ്ലേസ് ചെയ്യുന്ന കുട്ടിക്ക് ഒരു 8000 അല്ലെങ്കിൽ 10000 ആണ് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി അല്ലേ? അങ്ങനെ വരരുത്. എല്ലാ കോളേജുകളിലെ പ്ലേസ്മെന്റ് സെല്ലുകളും വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അവരെ എങ്ങനെ ഏറ്റവും മികച്ച പാക്കേജിൽ എത്തിക്കാം എന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ മികച്ച ഒരു പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് സെല്ല് നമ്മുടെ കോളേജിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അത് എവിഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ലീഡ് ചെയ്യുന്നത്. നല്ല ഇൻഡസ്ട്രിയൽ കണക്ഷൻസും എല്ലാം നമുക്ക് ക്യാമ്പസിലുണ്ട്. ഞാൻ അതാണ് മുമ്പേ പറഞ്ഞത്, ഒരു ക്യാമ്പസിനെ വിലയിരുത്തുമ്പോൾ അതിന്റെ എല്ലാ സാഹചര്യങ്ങളും കണ്ടു വേണം ഒരു ക്യാമ്പസിനെ വിലയിരുത്താൻ. അല്ലാതെ വൈബ് മാത്രം കണ്ടായിരിക്കരുത് ഒരു ക്യാമ്പസിനെ വിലയിരുത്തുന്നത് എന്ന് എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു 100% ഇൻഡസ്ട്രി ഫിറ്റ് ആയ ഒരു എഞ്ചിനീയേഴ്സ് ആണ് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നുള്ളത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് 100% എന്ന് പറയാൻ പറ്റും. അത് വേറെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് അറിയില്ല. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാം. ഇപ്പൊ കഴിഞ്ഞ ഒരു 13 വർഷമായിട്ട് ഞാൻ ഈ ക്യാമ്പസിലുണ്ട്. അധ്യാപന നിലയിൽ ഞാൻ ഈ ക്യാമ്പസിലുണ്ട്. അപ്പൊ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ലോകത്തിന്റെ പല നിലവാരത്തിൽ, ഇവൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡൊക്കെ ഞങ്ങളുടെ ഇവിടുന്ന് IFS-ഉം IAS-ഉം അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ പല ഡയറക്ടേഴ്സ് പോലും ഞങ്ങളുടെ കോളേജിൽ നിന്ന് പോയ കുട്ടികളുണ്ട്. ശരൺ വേണുഗോപാൽ പോലുള്ള എമിനന്റ് ആയ ഡയറക്ടേഴ്സ് ഞങ്ങളുടെ അലൂമിനീസ് ആണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ക്യാമ്പസിൽ അവർക്ക് എഞ്ചിനീയറിംഗ് മാത്രമല്ല, അവരുടെ ഇഷ്ടമേഖല എന്താണ് ആ മേഖലയിൽ വളരാനുള്ള സാഹചര്യം കൂടെ ചിലപ്പോൾ ഒരു ക്യാമ്പസ് ഒരുക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ആ ക്യാമ്പസിലെ അലൂമിനീസ് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെയധികം ലോകത്ത് വളരെയധികം സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു അലൂമിനി നെറ്റ്വർക്കിന്റെ ഉടമയാണ് ഇന്ന് മോഹൻദാസ് കോളേജ്. അത് തന്നെയാണ് ഞങ്ങളുടെ വോയിസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് കോളേജിന്റെ അലൂമിനീസ് എന്നാണ്. അപ്പം ആ നെറ്റ്വർക്കിങ്ങും ഒരു കുട്ടി ഇത് നോക്കണം. അതായത് ഈ കോളേജിൽ നിന്ന് പഠിച്ചവർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതും ആ കോളേജിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഭാഗമാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഈ കഥകൾ പറയാനുണ്ടാവാം. അപ്പം നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കും. ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണമെന്നല്ല എൻ്റെ ഉദ്ദേശം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഡിസ്കഷനോട് ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയുമായുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അന്വേഷണങ്ങൾക്കും താഴെ കാണുന്ന നമ്പറുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.